ഈ വരുന്ന SLC എക്സാമിന്റെ ഭാഗമായി കേരള പാഠാവലിയിലെ പാഠഭാഗങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്തിന്റെ ആശയവും അതിലെ പരീക്ഷാ ചോദ്യങ്ങളുമാണ്. മറ്റ് വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് പാഠഭാഗങ്ങളുടെ ആശയവും ചോദ്യോത്തരങ്ങളും എല്ലാം കാണാവുന്നതാണ്. പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ ആദി എന്ന നോവലിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗം. പുറം ലോകത്ത് നിന്ന് തീരെ ഒറ്റപ്പെട്ട് വെള്ളക്കെട്ടും ചളിയും ചതുപ്പുമായി കിടക്കുന്ന സ്ഥലമാണ് ആദി. കായൽക്കരയിലെ വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയും അവളെ ശ്രദ്ധിക്കുന്ന നൂർ മുഹമ്മദ് എന്ന കഥാപാത്രത്തിലുമാണ് പാഠം ആരംഭിക്കുന്നത്. 4-ാം ദിവസം അയാൾ അവളെ കണ്ടത് വേലിയിറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ടാണ്. നടന്ന് അവൾ കണ്ടൽ കാടുകൾക്കിടയിൽ മറഞ്ഞുപോയി. അയാൾ അവളെ തേടി അലയുന്നു. 6-ാം ദിവസം ചെറിയ ഒരു ആമ്പൽക്കുളത്തിന്റെ കരയിൽ അയാൾ അവളെ കണ്ടെത്തി. ആമ്പൽക്കുളത്തിലെ കലങ്ങിയ വെള്ളം തെളിയുന്നില്ലെന്ന് നിരാശയോടെ അവൾ പറയുന്നു. അവൾക്ക് പ്രതീക്ഷ നൽകാനായി ബുദ്ധന്റെയും ആനന്ദിന്റെയും കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട കാഴ്ചകൾ കാണാൻ കണ്ണടച്ചിരിക്കണമെന്ന നൂർ മുഹമ്മദിന്റെ നിർദ്ദേശം കേട്ട് പെൺകുട്ടി കണ്ണടച്ചിരിക്കുന്നു. ആടിയുലഞ്ഞു വരുന്ന തോണിയിൽ ഏകനായി കണ്ണടച്ചിരിക്കുന്ന കഥപറച്ചിലുകാരനെ അവൾ കാണുന്നു. സ്ഫടികമണികൾ പോലെ വെള്ളം ചിതറിത്തെറിപ്പിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന പെൺകുട്ടിയെ കണ്ടുകൊണ്ട് കണ്ണു തുറക്കുന്ന നൂർ മുഹമ്മദിൽ പാഠഭാഗം അവസാനിക്കുന്നു. ഈ പാഠഭാഗത്തിലെ ഏതാനും ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. ഈ ഉത്തരത്തിലെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലെ ഏതൊരു ചോദ്യം വന്നാലും അതിന് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിലെ ഏതാനും ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദിയുടെ നാഡീഞരമ്പുകൾ പോലെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്? ആദി ഒരു ജലദേശമാണ്. തോടുകൾ, ചാലുകൾ, കുളങ്ങൾ, ഉറവകൾ, കിണറുകൾ, വെള്ളം തളംകെട്ടി തെറിക്കുന്ന വയലുകൾ, ഏറ്റിറക്കങ്ങൾ കൊണ്ട് മറിയുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ എന്നിവയാണ് ആദിയിലെ പ്രധാന ജലസ്രോതസ്സുകൾ. അടുത്ത ഒരു ചോദ്യം നോക്കാം. നൂർ മുഹമ്മദ് പെൺകുട്ടിയോട് പറഞ്ഞ ബുദ്ധന്റെ കഥയിലെ പ്രധാന സംഭവം ചുരുക്കി വിവരിക്കുക. ബുദ്ധനും ശിഷ്യനായ ആനന്ദനും ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ബുദ്ധന് ദാഹിക്കുന്നു. അടുത്തുള്ള അരുവിയിൽ നിന്ന് വെള്ളമെടുക്കാൻ ബുദ്ധൻ ആനന്ദനോട് ആവശ്യപ്പെടുന്നു. ആനന്ദൻ അരുവിക്കരയിലെത്തിയപ്പോൾ കാളവണ്ടികൾ കടന്നു പോയതിനാൽ വെള്ളം കലങ്ങി ചളിയായി മാറിയിരുന്നു. വെള്ളം കുടിക്കാൻ കൊള്ളാത്തതിനാൽ ആനന്ദൻ തിരികെ വന്ന് വിവരം പറയുന്നു. എന്നാൽ ബുദ്ധൻ ആനന്ദനെ വീണ്ടും അതേ അരുവിയിലേക്ക് അയക്കുകയും വെള്ളം തെളിയുന്നതുവരെ കാത്തിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ആനന്ദൻ കാത്തിരിക്കുകയും ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞ് വെള്ളം തെളിയുകയും ചെയ്യുന്നു. അടുത്ത ഒരു ചോദ്യം നോക്കാം. പെൺകുട്ടി ആമ്പൽക്കുളത്തിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നൂർ മുഹമ്മദിന്റെ പ്രതികരണം എന്തായിരുന്നു? വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല എന്ന വാക്യത്തിലൂടെ അദ്ദേഹം നൽകുന്ന പ്രത്യാശ എന്ത്? പെൺകുട്ടി ആമ്പൽക്കുളത്തിലെ വെള്ളം കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നൂർ മുഹമ്മദ് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നാൽ പെൺകുട്ടി അത് വിശ്വസിച്ചില്ല. വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല എന്ന വാക്യത്തിലൂടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും കലങ്ങിയ വെള്ളം പോലെ ശാശ്വതമല്ലെന്നും ക്ഷമയോടെ കാത്തിരുന്നാൽ അവ പരിഹരിക്കപ്പെട്ട് ശാന്തിയും തെളിച്ചവും ഉണ്ടാകുമെന്നുമുള്ള പ്രത്യാശയാണ് അദ്ദേഹം നൽകുന്നത്. ആ പാഠഭാഗത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, കുല്ലി സെമിനൽ മായി. ഈ വാക്യം നൂർ മുഹമ്മദ് പറയുന്ന സന്ദർഭമേത്? ഇതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്ത്? നൂർ മുഹമ്മദ് പെൺകുട്ടിയെ 6-ാമത്തെ ദിവസം ഒരു ആമ്പൽക്കുളത്തിന്റെ കരയിൽ കണ്ടെത്തിയ ശേഷമാണ് ഈ ഒരു വാക്ക് പറയുന്നത്. എല്ലാം വെള്ളത്തിൽ നിന്ന് എന്നാണ് ഈ അറബി വാക്യത്തിന്റെ അർത്ഥം. എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി ജലത്തിൽ നിന്നാണെന്നുള്ള അടിസ്ഥാനപരമായ തത്വമാണ് ഇതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്. ഇത് കഥയിലെ ജലമെന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. അടുത്ത ഒരു ചോദ്യം നോക്കാം. പെൺകുട്ടി നൂർ മുഹമ്മദിനോട് ചോദിച്ചു, ഏത് പൂവാണ് നിങ്ങൾ എന്ന ചോദ്യം വിശകലനം ചെയ്യുക. സാറ ജോസഫിന്റെ ആദി എന്ന നോവലിലെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്താണ് ഈ ഹൃദ്യമായ ചോദ്യം വരുന്നത്. നൂർ മുഹമ്മദ് എന്ന കഥാകാരൻ ആദിയിലെ നിഗൂഢയായ പെൺകുട്ടിയോട് കണ്ണടച്ചിരുന്ന് പ്രകൃതിയെ ദർശിക്കാൻ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് ഈ ചോദ്യം ഉയരുന്നത്. നൂർ മുഹമ്മദ് പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ
ഏതോ മൃദുലമായ സുഗന്ധം അവളെ തഴുകുന്നു. ഏത് പൂവിന്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നതിന് പകരം ഏത് പൂവാണ് നിങ്ങൾ എന്നവൾ ചോദിക്കുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പുഴുവും പക്ഷിയും പൂവും മനുഷ്യനും ഒരേ ജീവിവംശത്തിന്റെ കണ്ണികളാണെന്നും പ്രകൃതിയിൽ നിന്ന് വേറിട്ട് മനുഷ്യന് നിലനിൽപ്പില്ലെന്നുമുള്ള പാരിസ്ഥിതിക വിവേകമാണ് ഈ വരികളിൽ തെളിയുന്നത്. കേവലം ഒരു ഗന്ധത്തെ തിരിച്ചറിയുന്നതിലുപരി ആ ഗന്ധത്തിന്റെ ഉറവിടം നൂർ മുഹമ്മദ് എന്ന മനുഷ്യനാണെന്ന് അവൾ കരുതുന്നു. മനുഷ്യനെ പ്രകൃതിയുടെ മനോഹരമായ ഒരു സൃഷ്ടിയായി അവൾ സങ്കല്പിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്നതിലൂടെയും ആദരിക്കുന്നതിലൂടെയും മാത്രമേ മനുഷ്യന് യഥാർത്ഥ സന്തോഷവും ആത്മീയ ബോധവും കൈവരൂ എന്ന വലിയ സത്യമാണ് ഈ ചെറിയ ചോദ്യത്തിലൂടെ കഥാകാരി പങ്കുവെക്കുന്നത്. അടുത്ത ഒരു ചോദ്യം നോക്കാം. പെൺകുട്ടി ഓടിപ്പോകുമ്പോൾ വെള്ളം സ്ഫടികമണികൾ പോലെ ചിതറിയത് നൽകുന്ന പ്രതീക്ഷ എന്താണ്? സാറ ജോസഫിന്റെ ആദി എന്ന നോവലിലെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്ത് പെൺകുട്ടി ഓടിപ്പോകുമ്പോൾ വെള്ളം സ്ഫടികമണികൾ പോലെ ചിതറിത്തെളിക്കുന്നത് വളരെ അർത്ഥവത്തായ ഒരു ദൃശ്യമാണ്. എത്ര കലങ്ങിയാലും ഒടുവിൽ തെളിവ് കൈവരിക്കുക എന്നത് പ്രകൃതിയുടെയും വെള്ളത്തിന്റെയും മാറ്റാനാവാത്ത സ്വഭാവമാണ്. സ്ഫടികമണികൾ പോലെ ചിതറുന്ന വെള്ളം പ്രകൃതിയുടെ ആ യഥാർത്ഥ നൈർമല്യത്തെയും തെളിമയെയുമാണ് സൂചിപ്പിക്കുന്നത്. പെൺകുട്ടി വെള്ളം ചവിട്ടിത്തെറിപ്പിച്ച് ഓടുമ്പോൾ ഉണ്ടാകുന്ന 100 ചിലങ്കകൾ ഒന്നിച്ച് കിലുങ്ങുന്നത് പോലെയുള്ള ശബ്ദം മനുഷ്യനും ജലവും തമ്മിലുള്ള ആദിമകാലം തൊട്ടുള്ള ഇഴപിരിയാനാവാത്ത ബന്ധത്തെ അടയാളപ്പെടുത്തുന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം പ്രകൃതിയും ജീവിതവും ഇന്ന് കലങ്ങിമറിഞ്ഞ അവസ്ഥയിലാണെങ്കിലും ക്ഷമയോടെയുള്ള കാത്തിരിപ്പിലൂടെയും സംരക്ഷണത്തിലൂടെയും ആ പഴയ വിശുദ്ധി വീണ്ടെടുക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ഈ ദൃശ്യം നൽകുന്നത്. മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദിയിലെ ജലദേശത്ത് സ്ഫടികതുല്യമായ ജലത്തുള്ളികൾ ചിതറുന്നത് ജീവന്റെ ഉറവുകൾ വറ്റിവരണ്ടിട്ടില്ല എന്ന പോസിറ്റീവായ ഒരു സൂചനയാണ് നൽകുന്നത്. കലക്കത്തിൽ നിന്ന് തെളിമയിലേക്കും മൗനത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഉറവുകളിലേക്കും തിരിച്ചു വരാൻ പ്രകൃതിക്ക് സാധിക്കുമെന്ന ഉറച്ച ശുഭാപ്തി വിശ്വാസമാണ് ഈ സ്ഫടികമണികൾ പകരുന്നത്. അടുത്ത ഒരു ചോദ്യം നോക്കാം. ബുദ്ധന്റെ കഥയിലെ ആശയവും പെൺകുട്ടിയുടെ ആമ്പൽക്കുളത്തെ കുറിച്ചുള്ള അനുഭവവും താരതമ്യം ചെയ്ത് വെള്ളം തെളിയുക എന്ന ആശയത്തിന് നൽകാവുന്ന വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വിശദീകരിക്കുക. ബുദ്ധന്റെ കഥയിലെ ആശയം ആദ്യം നോക്കാം. ദാഹിച്ച ബുദ്ധനു വേണ്ടി വെള്ളം തേടിപ്പോയ ശിഷ്യനായ ആനന്ദൻ കാളവണ്ടികൾ കടന്നുപോയതിനാൽ കലങ്ങിയ അരുവി കണ്ട് നിരാശനായി മടങ്ങുന്നു. എന്നാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ വെള്ളം തെളിയുമെന്ന് ബുദ്ധൻ പഠിപ്പിക്കുന്നു. ആനന്ദൻ അരുവിക്കരയിൽ കാത്തിരുന്നപ്പോൾ വെള്ളം തെളിയുകയും അതിനോടൊപ്പം അയാളുടെ മനസ്സിലെ ദേഷ്യവും സങ്കടവും ചളി അടിഞ്ഞുകൂടുന്നതുപോലെ മാറി മനസ്സ് ശുദ്ധമാവുകയും ചെയ്തു. ഈ കഥയിലെ പെൺകുട്ടിയുടെ അനുഭവം എന്ന് പറയുന്നത് ആദിയിലെ ആമ്പൽക്കുളത്തിലെ വെള്ളം കലങ്ങിയിരിക്കുന്നത് കണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിയെയാണ് നൂർ മുഹമ്മദ് കാണുന്നത്. നൂർ മുഹമ്മദ് പറഞ്ഞ ബുദ്ധന്റെ കഥ കേട്ട് അവൾ അയാളുടെ നിർദ്ദേശപ്രകാരം കണ്ണടച്ചിരുന്ന് പ്രകൃതിയെ ദർശിക്കുന്നു. ആ കാത്തിരിപ്പിനും നിശബ്ദതയ്ക്കും ഒടുവിൽ അവൾ സ്ഫടികമണികൾ പോലെ ചിതറുന്ന തെളിനീർ കണ്ട് ആനന്ദം കണ്ടെത്തുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളിലും കാത്തിരിപ്പ് എന്ന ഘടകമാണ് പ്രധാനം. ആനന്ദന് അത് ശാരീരികമായ ദാഹത്തിനുള്ള പരിഹാരവും മനസ്സിലെ അസ്വസ്ഥത മാറ്റാനുള്ള വഴിയുമായിരുന്നെങ്കിൽ പെൺകുട്ടിക്ക് അത് പ്രകൃതിയുടെ നാശത്തിലുള്ള സങ്കടം മാറ്റാനുള്ള ആത്മീയമായ ഔഷധമായി മാറി. പ്രകൃതിയുടെ സ്വാഭാവിക നിയമമാണ് ഇവിടെ കാണുന്നത്. വെള്ളത്തിൽ കലങ്ങിയ ചളി കുറച്ചു സമയം അനക്കാതെ വെച്ചാൽ അത് താഴെ അടിഞ്ഞ് വെള്ളം തനിയെ ശുദ്ധമാകും എന്ന ലളിതമായ സത്യത്തെ ഇത് സൂചിപ്പിക്കുന്നു. വെള്ളം തെളിയുന്നത് പോലെ മനുഷ്യന്റെ മനസ്സിലെ ദേഷ്യം, സങ്കടം, ആകുലതകൾ എന്നിവയെല്ലാം ക്ഷമയോടെ നേരിട്ടാൽ മാറുമെന്ന് ആനന്ദന്റെ മാറ്റത്തിലൂടെ കഥ വ്യക്തമാക്കുന്നു. മനുഷ്യൻ പ്രകൃതിയെ മലിനമാക്കിയാലും പ്രകൃതിക്ക് സ്വയം നവീകരിക്കാനുള്ള കഴിവുണ്ടെന്നും അതിനായി മനുഷ്യൻ പ്രകൃതിയെ ശല്യം ചെയ്യാതെ കാത്തിരിക്കണമെന്നുമുള്ള വലിയ സന്ദേശം ഇതിലുണ്ട്. ചുരുക്കത്തിൽ കലക്കത്തിൽ നിന്ന് തെളിമയിലേക്കുള്ള പ്രയാണം പ്രകൃതിയുടെയും ജീവിതത്തിന്റെയും അനിവാര്യതയാണെന്ന് ഈ പാഠഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മറ്റു പാഠഭാഗങ്ങളുടെ വീഡിയോ ക്ലാസിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റു പാഠഭാഗങ്ങൾ കൂടി കാണാവുന്നതാണ്.
എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.